ഇത് കോഴിക്കോട് നഗരമാണ്. തെലങ്കാനയിലെ മന്ത്രി പറഞ്ഞില്ലേ ഈ കടലിനെ കുറിച്ചെല്ലാം? സാമൂതിരിയെ അരിയിട്ട് വായിച്ച് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താനാണ് സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ നിലകൊണ്ടത്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പുസ്തകം പരിശോധിച്ചാൽ സകല മുസ്ലിം രാജാക്കന്മാരെയും അദ്ദേഹം കണക്കിന് വിമർശിക്കുന്നുണ്ട്. ഒരാളെ മാത്രമാണ് അദ്ദേഹം പ്രശംസിക്കുന്നത്. അത് കോഴിക്കോട്ടെ സാമൂതിരി ചക്രവർത്തിയെ മാത്രമാണ്. മുസ്ലിം രാജാക്കന്മാരെ കണക്കിന് വിമർശിക്കുന്നു പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം. പല കാരണങ്ങളാൽ പോർച്ചുഗീസുകാർ വന്നപ്പോ പോർച്ചുഗീസുകാരെ നേരിടാൻ സഹായിച്ചില്ല, ഒന്നിച്ച് നിന്നില്ല, അതൊക്കെയാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആരോപണങ്ങൾ. പക്ഷെ സാമൂതിരിയെ കുറിച്ച് പറയുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിന് 100 നാവാണ്. അതേ പാരമ്പര്യം തന്നെയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പുലർത്തുന്ന പാരമ്പര്യം. ഇതൊക്കെ പഴയതിന്റെ തുടർച്ചയാണ്. നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആ നേതൃത്വത്തിന്റെ കീഴെ ഒന്നിച്ചണിചേർന്ന് മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ. സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ. ഇന്ത്യ ജയിക്കും, ഇന്ത്യ തന്നെ ജയിക്കും. ഇന്ത്യയെ ജയിച്ചിട്ടുള്ളൂ. ലോകത്ത് ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓരോ ഇന്ത്യക്കാരനും ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ്. ഇന്ത്യയിലെ ഹിന്ദു, ഇന്ത്യയിലെ മുസൽമാൻ, ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ്. ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ്. ഒക്കെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പരസ്പരമുള്ള വിഷയങ്ങളാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് പരിശുദ്ധ റസൂല് പറഞ്ഞൊരു കഥയാണ്. 1 മിനിറ്റ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് നിൽക്കണം. ഒരിക്കൽ ഒരു കപ്പൽ യാത്ര പുറപ്പെടുകയായിരുന്നു. ആ കപ്പലിലെ മേലേ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു, താഴെ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു. മേൽത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു. താഴെ തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകൾ തട്ടിലായിരുന്നു. അപ്പൊ താഴെ തട്ടിലുള്ളവർ വെള്ളമെടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇടക്കിടക്ക് വരാൻ തുടങ്ങി. ഒരു കാര്യം ഓർക്കണം, കപ്പലിൽ ഫസ്റ്റ് ക്ലാസ് മുകളിലാണ്, താഴെയല്ല. 1400 കൊല്ലം മുമ്പ് കപ്പലിന്റെ കഥ പറയുന്ന വിശ്വപ്രവാചകൻ തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകൾ തട്ടിലുള്ളത് സമൂഹത്തിലെ വരേണ്യവർഗമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ താഴെ തട്ടിലുള്ളവർ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം എടുക്കാൻ വന്നപ്പോൾ മുകളിലുള്ളവർക്ക് അതൊരു ശല്യമായി തോന്നി എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നു, ഇളകുന്ന കപ്പലാണ്, തട്ടുന്നു, മുട്ടുന്നു. വെള്ളം കൊണ്ടുപോകുമ്പോൾ മുകൾ തട്ടിലെ മേലാളന്മാരുടെ ഉടുപ്പിൽ വെള്ളം ഇതൊന്നും തിരുനബി പറഞ്ഞില്ല, ഞാൻ വിശദീകരിക്കുകയാണ്. അവർക്കത് ബുദ്ധിമുട്ടായി തോന്നി എന്ന് തിരുനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് താഴെ തട്ടിലുള്ള യാത്രക്കാരെ വിളിച്ചിട്ട് പറയാൻ തീരുമാനിച്ചു. അവരെ വിളിച്ചുകൂട്ടി, ഒരു യോഗം വിളിച്ചുകൂട്ടി. ഇനി മുതൽ നിങ്ങൾ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരരുത്, ഞങ്ങൾക്ക് അസൗകര്യമാണ്. ഒറ്റക്കപ്പൽ, ആ കപ്പൽ ലക്ഷ്യത്തിലെത്തിക്കണം, ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക്. ആ ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തിക്കണം. അപ്പൊ താഴെ തട്ടിലുള്ള യാത്രക്കാർ പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച സ്ഥിതിക്ക് താഴെ തട്ടിലെ പാവങ്ങളായ യാത്രക്കാർ യോഗം ചേർന്ന് ആലോചിച്ചിട്ട് അവരതിന്റെ തീരുമാനം മുകൾ തട്ടിലെ യാത്രക്കാർ അറിയിച്ചു. ശരി, ഞങ്ങൾ ഇനി മുതൽ വെള്ളമെടുക്കാൻ മുകളിലോട്ട് വരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വെള്ളം വേണമല്ലോ, കുടിവെള്ളം വേണ്ടേ? കപ്പൽ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഉപായം കണ്ടെത്തിയിരിക്കുന്നു, കപ്പലിന്റെ അടിയിൽ ദ്വാരമുണ്ടാക്കാൻ. കഥ ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തിക്കൊണ്ട് വിശ്വാചാര്യനായ വിശ്വപ്രവാചകനായ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ 2 കൂട്ടരും ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ കടൽക്കരയിലെ ഈ തിരമാലകളോട് മത്സരിച്ചെത്തിയ ജനക്കൂട്ടം, പക്ഷേ തിരമാലകൾ നമ്മോട് മത്സരിക്കുന്നില്ല, അവർ നമുക്ക് പിന്തുണ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു, ശുഭാപ്തി വിശ്വാസികളാവുക നമ്മുടെ നേതൃത്വത്തിന്റെ പിറകിൽ. മുമ്പ് പ്രഗത്ഭരായ നേതാക്കൾ ഉണ്ടായിരുന്നു, ഇന്നും വളരെ പ്രഗത്ഭരായ നേതാക്കളുണ്ട്. ഒരു കുറവും ലീഗിന് സംഭവിച്ചിട്ടില്ല. ലീഗ് സമ്പന്നമാണ്.